ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും മുന്നിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഓ ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപാ, ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോർരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരിഃ ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈക സത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈക ദൃക്പ്രദാം സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വംദോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. അസാധു സാധുദായൻ അതിനിച്ഛോച്ഛതാകര ഖാനമുംശ കദാചിന്മാം പ്രേംനാ ഹൃത് പന്ഥയോ സ്പൃഹ. गिरंतराज श्रीमद् भागवतम की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय. गुरु പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. നമ്മള് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവത്തിന്റെ മൂന്നാമത്തെ സ്ഥലത്തിലെ 7ാമത്തെ അധ്യായം വിദുരന്റെ കൂടുതൽ അന്വേഷണങ്ങൾ, ഫർദർ ഇൻക്വയറീസ് ബൈ വിദുര എന്ന അധ്യായത്തിനെ കുറിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് 4 ശ്ലോകം നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. 4ാമത്തെ ശ്ലോകം നമ്മൾ നോക്കിയായിരുന്നോ? പ്രഭു. ഓക്കെ. 4 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിദുര ആക്ച്വലി ഇവിടെ 2 വിഷയങ്ങളെ കുറിച്ചിട്ടാണ് വിദുര ചോദിക്കുന്നത് ഇവിടെ. ഒന്ന് ഈശ്വരനെ കുറിച്ചും 2 ജീവാത്മാവിന്റെ സ്ഥിതിയെ കുറിച്ചിട്ടും. അപ്പൊ ഈശ്വരനെ കുറിച്ച് ചോദിക്കുന്നതാണ് അത് 2 മുതൽ 4 വരെയുള്ള 2, 3, 4 ശ്ലോകങ്ങൾ ഭഗവാനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. 5ഉം 6ഉം ശ്ലോകങ്ങൾ ജീവാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പൊ 2, 3, 4 നമുക്ക് ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രം ഒന്ന് വായിക്കാം.
നമുക്ക് മനസ്സിലാകും എന്തിനെ കുറിച്ചിട്ടാണ് വിതുരൻ ചോദിക്കുന്നത്. ശ്രീ വിതുരൻ പറഞ്ഞു, ഓ മഹാനായ ബ്രാഹ്മണ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പൂർണ്ണമായ ആത്മീയതയുടെ സമഗ്രവും ഇല്ലാത്തവനുമായിരിക്കെ അദ്ദേഹം എങ്ങനെയാണ് ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളുമായും അവയുടെ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെടുക? അദ്ദേഹത്തിന്റെ ലീല ഇതാണെങ്കിൽ ആ മാറ്റമില്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളല്ലാതെ യോഗ്യതകൾ പ്രദർശിപ്പിച്ച് സ്ഥാനം പിടിക്കും? ഈശ്വരനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. 3-ാമത് ശ്ലോകത്തിൽ, ആൺകുട്ടികൾ മറ്റ് ആൺകുട്ടികളുമായി കളിക്കാനോ ഇതര വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഉത്സാഹവാന്മാരാണ്. അവർക്ക് ആഗ്രഹത്തിന്റെ പ്രേരണ ഉണ്ടാകുന്നതാണ് അതിന് കാരണം. എന്നാൽ ഭഗവാന് അത്തരം ആഗ്രഹം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം അദ്ദേഹം സദാ സ്വയം സംതൃപ്തനും എല്ലാത്തിൽ നിന്നും വിരക്തനുമാണ്. ശ്ലോകം 4, ഭഗവാൻ തന്റെ സ്വയാശ്രിത ശക്തിയായ ഭൗതിക പ്രകൃതിയുടെ ത്രിവിധ ഗുണങ്ങളാൽ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണമായി. അവളാൽ അദ്ദേഹം സൃഷ്ടിയെ പരിപാലിക്കുകയും ഒടുവിൽ വിപരീതമായി മായ്ച്ചു കളയുകയും ചെയ്തു വീണ്ടും വീണ്ടും. അപ്പൊ ഈ മൂന്ന് ശ്ലോകങ്ങൾ വിതുരൻ ചോദിക്കുന്നത്, ശ്ലോകങ്ങളിൽ കൂടി വിതുരൻ ചോദിക്കുന്നത് ഭഗവാനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ശരി, നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. 5-ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. 5ഉം 6ഉം ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ജീവാത്മാവിനെ കുറിച്ചുള്ള എൻക്വയറിയാണ് വിതുരന്റെ. 7 വരെ ശ്ലോകങ്ങളിലാണ് വിതുരൻ സംസാരിക്കുന്നത്, വിതുരന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ദേശത കാലതോയോ സാവവസ്ഥാത സ്വതോന്യതഃ അവിലുപ്താവബോധാത്മാ സയുജ്യേതാജയാകഥം. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ. പരിശുദ്ധമായ ആത്മാവ് പരിശുദ്ധമായ അവബോധമാകുന്നു. അത് ഏതെങ്കിലും പരിതസ്ഥിതികളാലോ സാഹചര്യങ്ങളാലോ കാലത്താലോ സ്വപ്നങ്ങളാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരിക്കലും അവബോധത്തിന് പുറത്താകില്ല. പിന്നെ അദ്ദേഹം എങ്ങനെ അവബോധ രാഹിത്യത്തോടെ പ്രവൃത്തികളിൽ ഏർപ്പെടും? ഭാവാർത്ഥം ശിലപ്രഭുപാദന്റെ. ആരാ വായിക്കേണ്ടത്? ശിലപ്രഭുപാദ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവസത്തയുടെ അവബോധം മുകളിൽ സൂചിപ്പിച്ചതുപോലെ സദാ സന്നിഹിതമായിട്ടുള്ളതും ഏതൊരു പരിതസ്ഥിതിയിലും മാറ്റമില്ലാത്തതുമാണ്. ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുമ്പോൾ തന്റെ സ്ഥാനം മാറുന്നതിനെ പറ്റി ബോധവാനായിരിക്കും. അയാൾ വൈദ്യുതി കണക്ക് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സന്നിഹിതനായിരിക്കും. ഒരുവന് തന്റെ ഭൂതകാലത്തിലെ സംഭവങ്ങളെ പറ്റി ഓർമ്മിക്കുവാനും ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവിയെ പറ്റി അനുമാനിക്കുവാനും സാധിക്കും. അധപതനത്തിന്റെ പരിസ്ഥിതികളിൽ പതിച്ചു പോയാലും അയാൾ തന്റെ വ്യക്തിപരമായ തിരിച്ചറിവ് ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെയെങ്കിൽ തനിക്ക് അതീതമായ ഒരു ശക്തിയുടെ സ്വാധീനമില്ലാതെ പരിശുദ്ധമായ ഒരു ആത്മവ്യക്തിത്വത്തിന് എങ്ങനെ താൻ ആത്മാവാണെന്ന് മറന്ന് തന്നെ പദാർത്ഥവുമായി ബന്ധപ്പെടുത്താൻ കഴിയും? വിഷ്ണു പുരാണത്തിലും ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാരംഭത്തിലും സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ ജീവസത്ത അവിദ്യാശക്തിയാൽ സ്വാധീനിക്കപ്പെടുന്നത് തന്നെയാണ് അതിനു കാരണം. ജീവസത്തയെ ഭഗവത്ഗീതയിൽ 7:5 പരാപ്രകൃതി എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വിഷ്ണു പുരാണത്തിൽ പരാശക്തി എന്നും ശക്തി എന്ന നിലയിൽ അവൻ പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ ശക്തനല്ല. ശക്തന് ബഹുവിധ ശക്തികൾ പ്രദർശിപ്പിക്കാൻ കഴിയും. എന്നാൽ ശക്തികൾക്ക് യാതൊരു സാഹചര്യത്തിലും ശക്തനാകാൻ കഴിയില്ല. ഒരു ശക്തി മറ്റൊരു ശക്തിയാൽ അതിജീവിക്കപ്പെട്ടേക്കാം. പക്ഷെ ശക്തന് എല്ലാ ശക്തികളും സ്വന്തം നിയന്ത്രണത്തിലാണ്. ഭഗവാന്റെ ജീവശക്തിക്ക് അഥവാ ക്ഷേത്രജ്ഞ ശക്തിക്ക് ഭൗതിക ശക്തിയായ അവിദ്യാകർമ്മ സംജ്ഞയാൽ ഭരിക്കപ്പെടാനുള്ള പ്രവണതയുണ്ട്. ഈ വിധത്തിൽ അവൻ ഭൗതിക അസ്തിത്വത്തിലെ പിന്നോക്ക പരിതസ്ഥിതികളിൽ പതിച്ചു പോകുന്നു. അവിദ്യാശക്തിയുടെ സ്വാധീനമില്ലെങ്കിൽ ജീവസത്ത അതിന്റെ യഥാർത്ഥ വ്യക്തിത്വം മറക്കുകയില്ല. അവിദ്യാശക്തിയുടെ തലതിരിഞ്ഞ സ്വാധീനത്തിലാകയാൽ ജീവസത്തയ്ക്ക് ഒരിക്കലും പരമശക്തിക്ക് തുല്യമാകാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഇവിടെ വിതുരൻ ചോദിക്കുന്നത്, മൈത്രേയനോട് ചോദിക്കുന്നത് ജീവസത്തയുടെ അവസ്ഥയെ കുറിച്ചിട്ടാണ്. അതായത് എങ്ങനെയാണ് ജീവസത്തയ്ക്ക് ഈ ഒരു മറവി ഉണ്ടായത്, ഈ മറവിയിലേക്ക് എങ്ങനെയാണ് അധപ്പതിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വിതുരൻ ചോദിക്കുന്നത്. എന്നാണ് പരിശുദ്ധമായ ആത്മാവ് പരിശുദ്ധമായ അവബോധമാകുന്നു.
അത് ഏതെങ്കിലും പരിതസ്ഥിതികളിലോ സാഹചര്യങ്ങളിലോ കാലത്താലോ സ്വപ്നങ്ങളാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരിക്കലും അവബോധത്തിന് പുറത്താകില്ല. പിന്നെ അദ്ദേഹം എങ്ങനെ അവബോധ രാഹിത്യത്തോടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു? സോ ഒറിജിനലി ആ കോൺഷ്യസ്നെസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചേതനയുടെ ജീവാത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ തന്നെ അംശമായതുകൊണ്ട് അതിന് ഭഗവാന്റെ തന്നെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. അപ്പൊ മറവി ഒരിക്കലും നമുക്ക് സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഒറിജിനൽ കോൺഷ്യസ്നെസ് ലെവലിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇവിടെ ഇതിൽ ചോദിക്കുന്നതിൽ അത് ഏതെങ്കിലും ആദ്യമേ പറയുന്നു പരിശുദ്ധമായ ആത്മാവ് പരിശുദ്ധമായ അവബോധമാകും. ആ പരിശുദ്ധമായ അവബോധം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നത്? ഭഗവാനിൽ നിന്ന് ഉളവാകുന്ന അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ലഭിച്ച ക്വാളിറ്റിയാണ്. എന്നാൽ അവിടെ ഒരു ക്ലോസ് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിൽ പറയുന്നത് ഏതെങ്കിലും പരിതസ്ഥിതികളിലോ സാഹചര്യങ്ങളിലോ കാലത്താലോ സ്വപ്നങ്ങളാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരിക്കലും അവബോധത്തിന് പുറത്താകില്ല. സോ അത് ഭഗവാന്റെ സെയിം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പുറത്താകാൻ അല്ലെങ്കിൽ അവബോധത്തിന്റെ യഥാർത്ഥ കോൺഷ്യസ്നെസ്സിന് പുറത്താകാനുള്ള സാധ്യത ഒട്ടും ഇല്ല. പക്ഷേ പിന്നെ അദ്ദേഹം എങ്ങനെ അവബോധരാഹിത്യത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും? പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഫൊർഗെറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ഈ ഒരു മറവി സംഭവിച്ചത്? എങ്ങനെ നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള അതിന്റെ ഒരു മറവി എങ്ങനെ സംഭവിച്ചു? നമ്മളുടെ യഥാർത്ഥ പൊസിഷൻ നമ്മുടെ ശരീരമല്ല, നമ്മൾ ആത്മാവാണ് എന്ന ആ ഒരു കോൺഷ്യസ്നെസ്സിന്റെ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായ ചോദ്യം നമുക്ക് മറവി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത്. ശ്രീ പ്രഭുപാദ് പറയുന്നത് ജീവസത്തയുടെ അവബോധം മുകളിൽ സൂചിപ്പിച്ചതുപോലെ സദാ സന്നിഹിതമായിട്ടുള്ളതും ഏതൊരു പരിതസ്ഥിതിയിലും മാറ്റമില്ലാത്തതുമാണ്. ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുമ്പോൾ തന്റെ സ്ഥാനം മാറുന്നതിനെ പറ്റി ബോധവാനായിരിക്കും. അയാൾ വൈദ്യുതി കണക്ക് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സന്നിഹിതനായിരിക്കും. ഒരുവന് തന്റെ ഭൂതകാലത്തിലെ സംഭവങ്ങളെപ്പറ്റി ഓർമ്മിക്കുവാനും ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവിയെപ്പറ്റി അനുമാനിക്കുവാനും സാധിക്കും. അധപ്പതനത്തിന്റെ പരിതസ്ഥിതികളിൽ പതിച്ചുപോയാലും അയാൾ തന്റെ വ്യക്തിപരമായ തിരിച്ചറിവ് ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെയെങ്കിൽ തനിക്ക് അതീതമായൊരു ശക്തിയുടെ സ്വാധീനമില്ലാതെ പരിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന് ശക്തിയുടെ സ്വാധീനമില്ലാതെ പരിശുദ്ധമായ ഒരു ആത്മവ്യക്തിത്വത്തിന് എങ്ങനെ താൻ ആത്മാവാണെന്ന് മറന്ന് തന്നെ പദാർത്ഥവുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയും? അതാണ് ഇവിടുത്തെ ചോദ്യം. സോ നമ്മള് ഇത്രയും കോൺഷ്യസ് ആയിട്ടും പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ആ ബോഡിലി കൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിലി കോൺഷ്യസ്നെസ്സിൽ നമുക്ക് വെളിയിൽ വരാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആ ഫൊർഗെറ്റ്ഫുൾനെസ്സിൽ എങ്ങനെ പോകുന്നു, എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വിതുരർ ചോദിക്കുന്ന ചോദ്യം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിതുരന്റെ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് നമ്മളുടെ തന്നെ അവസ്ഥയെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് 6ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ഭഗവാനേക ഏവൈഷ സർവക്ഷേത്രേ ഏഷവസ്ഥിതഃ അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭീഭൂതഃ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദരുടെ ഭഗവാൻ പരമാത്മാവ് എന്ന നിലയിൽ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ജീവസത്തകളുടെ പ്രവർത്തനങ്ങൾ ദൗർഭാഗ്യകരവും ദുഃഖകരവുമാകുന്നത്? നല്ലൊരു ചോദ്യമാണ് വിതുരർ ചോദിക്കുന്നത്. യെസ്, ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ പ്രഭു. ഭഗവത് സാന്നിധ്യം പരമാത്മ രൂപത്തിൽ ഹൃദയത്തിൽ ഉണ്ടായിട്ടും ജീവസത്തകൾക്ക് എന്തുകൊണ്ടാണ് വളരെയധികം ദുഃഖങ്ങളും ഭാഗ്യഹീനതകളും സംഭവിക്കുന്നത് എന്നാണ് മൈത്രേയനോട് വിതുരന്റെ അടുത്ത ചോദ്യം. ശരീരത്തെ ഒരു ഫലവൃക്ഷമായി പരിഗണിക്കാം. ജീവസത്തയും പരമാത്മാവെന്ന നിലയിൽ ഭഗവാനും 2 പക്ഷികളായി ആ വൃക്ഷത്തിൽ ഇരിക്കുന്നു. വ്യക്ത്യാത്മാവാകുന്ന പക്ഷി വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയും പരമാത്മാവാകുന്ന അഥവാ ഭഗവാനാകുന്ന പക്ഷി മറ്റേ പക്ഷിയുടെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു.
അധികൃതരുടെ മേൽനോട്ടത്തിന്റെ അപര്യാപ്തത മൂലം ഒരു പൗരൻ ദുഃഖിതനായേക്കാം. പക്ഷേ രാജ്യത്തെ മുഖ്യന്റെ വ്യക്തിപരമായ സാന്നിധ്യത്തിൽ ഒരു പൗരൻ മറ്റു പൗരന്മാരാൽ എങ്ങനെയാണ് ക്ലേശിപ്പിക്കപ്പെടുക? ജീവസത്ത യോഗ്യത കൊണ്ട് ഭഗവാന്റെ ഒപ്പമുള്ളതാണെന്നും ആകയാൽ പരിശുദ്ധാവസ്ഥയിലുള്ള ജീവിതത്തെ പറ്റി അതിനുള്ള ജ്ഞാനം മായയാൽ മൂടപ്പെടുകയില്ലെന്നും പ്രത്യേകിച്ചും ഭഗവത് സാന്നിധ്യത്തിൽ മറ്റൊരു വീക്ഷണകോണിലൂടെ ദർശിച്ചാൽ മനസ്സിലാകും. പിന്നെ എങ്ങനെയാണ് ജീവസത്ത അജ്ഞതയ്ക്ക് വിഷയീഭവിക്കുന്നതും മായയുടെ സ്വാധീനത്താൽ മറയ്ക്കപ്പെടുന്നതും? ഭഗവാൻ ഓരോ ജീവസത്തയുടെയും പിതാവും സംരക്ഷകനും ഭൂതഭൃത് അല്ലെങ്കിൽ സകല ജീവികളുടെയും പരിപാലകൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനുമാകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ജീവസത്ത ദുരിതങ്ങൾക്കും ദൗർഭാഗ്യങ്ങൾക്കും വിഷയീഭവിക്കുന്നത്? അങ്ങനെ ആയിക്കൂടാത്തതാണ്. എങ്കിലും എല്ലായിടത്തും അത് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. ആകയാൽ ഈ ചോദ്യം പരിഹാര നിർദ്ദേശത്തിന് വേണ്ടി വിതുരനാൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഉത്തരമായിരിക്കും ഇതിന്റെ ഈ ഒരു ചോദ്യത്തിൻ്റെത്. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളുടെ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇവിടെ മൈത്രേയ മുനി ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചേതനയും അല്ലെങ്കിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് കൊള്ളുന്നുണ്ട് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, ഇത്രയും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു? സോ അതിന് ശ്രീല പ്രഭുപാദ് അവിടെ ഉദാഹരണവും പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു അനോളജിയാണ് രണ്ട് കിളികൾ ഒരേ വൃക്ഷത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ചുള്ള. സോ അതിൽ പറയുന്നത് ആ രണ്ട് കിളികൾ ആ വൃക്ഷത്തിലുണ്ട്. ഒരു കിളി മറ്റേ കിളിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കിളി അവിടെ മരത്തിലെ പഴങ്ങൾ ഭക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. ഭഗവാനെ ഇവിടെ ശ്രീല പ്രഭുപാദ് ഉപയോഗിക്കുന്ന ഭൂതഭൃത് എന്ന് പറയുന്ന വാക്ക്, അതായത് നമ്മുടെ എല്ലാവരുടെയും മെയിൻറ്റെയിനറാണ്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെല്ലാം സംരക്ഷിക്കുന്നവനാണ്. പക്ഷെ അങ്ങനെ സംരക്ഷിക്കുന്നവനായിട്ടും സംരക്ഷിക്കുന്നവനായ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഈ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് ഇവിടെ വിതുരനെ ചോദിക്കുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ വിതുരാണ് പറയുന്നത്. അതിനുശേഷം അതിനകത്ത് ശ്ലോകത്തിലേക്ക് കടക്കാം. 7ാമത്തെ ശ്ലോകം. ഏതസ്മിൻ മേ മനോവിദ്വൻ ഖിദ്യതേ ജ്ഞാനസങ്കടേ തന്ന പുരാണത വിഭോ കശ്മലം മാനസം മഹത്. വിവർത്തനം. ഓ മഹാനും ജ്ഞാനിയും ആയവനെ, എന്റെ മനസ്സ് അജ്ഞതയുടെ ദുഃഖത്താൽ അങ്ങേയറ്റം ബാധിതമാണ്. ആകയാൽ അത് തെളിയിച്ചു തരാൻ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീല പ്രഭുപാദയുടെ ഭാവാർത്ഥം. വിതുരൻ പ്രകടിപ്പിച്ചതുപോലുള്ള മാനസിക കുഴപ്പം ചില ജീവസത്തകൾക്ക് ഉണ്ടാകാറുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറില്ല. എല്ലാവരും കുഴപ്പത്തിൽപ്പെട്ടാൽ പരിഹാര നിർദ്ദേശത്തിന് ഉന്നത വ്യക്തിത്വമുള്ള ഉണ്ടാകാൻ സാധ്യതയില്ലാതാകും. വിതുരൻ ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായപ്പോൾ അതറിയാവുന്ന ഒരാളോട് ചോദിച്ചറിയാൻ ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും അങ്ങനെ ചില ജീവസത്തകൾക്ക് ഉണ്ടാകാറുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ ആശയക്കുഴപ്പം ആരും ചിന്തിക്കാറില്ല അതിനെ കുറിച്ചിട്ട് എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ആൻസർ പറയുന്നത്. ശുകദേവ് ഗോസ്വാമി ഇത് പറയുകയാണ്. അതിനുള്ള ഉത്തരം മൈത്രേയ മുനി അടുത്ത ശ്ലോകം തുടങ്ങുകയാണ്. ശ്രീ ഉശൂക ഉവാച സയിത്ഥം ചോദിതക്ഷത്ര തത്വജിജ്ഞാസുനാ മുനിഃ പ്രത്യാഹ ഭഗവച്ചിത്തസ്മയന്നിവ ഗതസ്മയഃ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. ശ്രീ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഓ രാജൻ മൈത്രേയൻ, അന്വേഷണ വ്യഗ്രനായ വിതുരനാൽ ആദ്യം വിസ്മയഭരിതനാക്കപ്പെട്ടെങ്കിലും നിറഞ്ഞ ബോധമുള്ളവൻ ആകയാൽ പിന്നീട് ശങ്കാരഹിതനായി മറുപടി പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് മൈത്രേയ മുനി മറുപടി പറഞ്ഞത് എന്നുള്ള ശുകദേവ ഗോസ്വാമി പറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം.
ശീലപ്രഭാത് കി ജയ്. മൈത്രേയ മഹാമുനി ദൈവാബോധത്താൽ നിറയപ്പെട്ടവനാകയാൽ വിതുരന്റെ അത്തരം വൈരുദ്ധ്യം നിറഞ്ഞ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിസ്മയചിത്തനാകേണ്ട കാര്യമില്ല. ആകയാൽ ഒരു ഭക്തനാണെങ്കിലും എങ്ങനെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന മട്ടിൽ ആദ്യം ബാഹ്യമായ അമ്പരപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പെട്ടെന്ന് സംയമനത്തിലായി വിതുരന്റെ അന്വേഷണങ്ങൾക്ക് ഉചിതമായി ഉത്തരം നൽകി. യസ്മിൻ വിജ്ഞാതേ സർവം ഏവം വിജ്ഞാതം ഭവതി. ഭഗവാന്റെ ഭക്തനായ ഏതൊരുവനും ഭഗവാനെ പറ്റി ഒരു പരിധിവരെ അറിയാൻ സാധിക്കും. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം അവനെ ഭഗവത് കാരുണ്യത്താൽ എല്ലാം അറിയാൻ കഴിവുള്ളവനാക്കും. ഒരു ഭക്തൻ പൊതുവെ അജ്ഞത പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും അവൻ കുഴപ്പം പിടിച്ച എല്ലാ കാര്യങ്ങളെ പറ്റിയും പൂർണ്ണ ജ്ഞാനമുള്ളവനായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു ഭക്തന്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് ശിലപ്രഭുപാദ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. അജ്ഞനായിട്ട് അദ്ദേഹം പറയുന്നുണ്ടാവും, അതായത് ഇല്ല എനിക്കറിയാം, അത് അദ്ദേഹത്തിന് എളിമ കൊണ്ടാണ് അറിയില്ല എന്ന തീർച്ചയായിട്ടും പൂർണ്ണമായ ഒരു അറിവ് ഉണ്ടാകും എന്നുള്ളതല്ല, പക്ഷെ അത്യാവശ്യം അറിയേണ്ട വസ്തുതകളെ കുറിച്ചുള്ള അറിവ് ഒരു ഭക്തനുണ്ടാകും. അതാണ് ശിലപ്രഭുപാദ് അവിടെ ആ ഒരു ഇതിൽ ഉപയോഗിച്ച ഒരു വാക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക വാക്ക് ഇവിടെ പറയുന്നുണ്ട്. യസ്മിൻ വിജ്ഞാതേ സർവം ഏവം വിജ്ഞാതം ഭവതി. ഇപ്പൊ ഒരു ഭക്തനെ കുറിച്ച്, ഭഗവാന്റെ ഭക്തനായ ഏതൊരുവനും ഭഗവാനെ പറ്റി ഒരു പരിധിവരെ അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും പൂർണ്ണമായ അറിവ് നമുക്ക് ആർക്കും ഭഗവാനെ കുറിച്ച് ഉണ്ടാവില്ല. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പ്രീച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടാവണം എന്ന രീതിയിലൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പൊ എല്ലാവരും ആ ഒരു കാര്യം തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു, നമുക്ക് എല്ലാവർക്കും എനിക്കൊന്നും അറിയില്ല, ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും എന്ന രീതിയിലുള്ള ചിന്താഗതി തീർച്ചയായിട്ടും മാറ്റി വെച്ചിട്ട് ഇതിൽ പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ പൂർണ്ണമായി അറിയാവുന്ന ആരുമില്ല, ആർക്കും അത് സാധിക്കുകയില്ല. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം തീർച്ചയായിട്ടും അതിനുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. അത് നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേക്കുറിച്ച് ഡിസ്കഷൻ നമുക്ക് പിന്നീടാകാം. ശരിയും ഇവിടെ മൈത്രേയ മുനി ഇവിടെ ആൻസർ പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ മൈത്രേയ മുനി അടുത്ത വരുന്ന ആൻസറുകളിൽ കൂടി നമുക്ക് ഇനി കാണാൻ പോകുന്നത്, നമുക്ക് ഈശ്വരനെ കുറിച്ചും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജീവാത്മാവിനെ കുറിച്ചുമുള്ള മിസ്കൺസെപ്ഷൻസ് ഒരുപാടുണ്ട്. ആ മിസ്കൺസെപ്ഷൻസിനെ എല്ലാം മാറ്റിക്കൊണ്ട് ഭക്തിയുടെ പ്രാധാന്യം, കാരണം അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ആ ഭക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ മൈത്രേയ മുനി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് ശ്ലോകം 9 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 9 ഇത്തിരി വലിയ ശ്ലോകമാണ് അല്ലേ? നോക്കട്ടെ, വായിക്കാം. ശ്ലോകം 9. മൈത്രേയ ഉവാച സേയം ഭഗവതോ മായ യേനാവിരുധ്വതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ചില ബദ്ധാത്മാക്കൾ പരമോന്നത ബ്രഹ്മം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മായാബാധിതരാണെന്ന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഉപാധിബദ്ധനല്ലെന്നും അവർ പറയുന്നു. ഇത് യുക്തിക്ക് വിരുദ്ധമാണ്. ഭഗവാന്റെ അതായത് ഈശ്വരനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഇവിടെ സാധാരണ അവ്യക്തിഗതവാദികൾ അല്ലെങ്കിൽ മായാവാദികൾ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നതാണ്, ചില ബദ്ധാത്മാക്കൾ പരമോന്നത ബ്രഹ്മം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മായാബാധിതനാണെന്ന് സിദ്ധാന്തം മുന്നോട്ട് വരും. മായാബാധിതൻ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ തന്നെ മായ അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിൽ വന്നിട്ട് അവതരിച്ചപ്പോൾ ഭഗവാനും മായ പിടിപെട്ട വ്യക്തിയാണ് എന്ന ഒരു സിദ്ധാന്തം ചിലർ മുൻപോട്ട് വെക്കുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഉപാധിബദ്ധൻ അല്ലെന്നും അവർ പറയുന്നു. ഇത് യുക്തിക്ക് വിരുദ്ധമാണ്. മായയിൽ അടിമപ്പെട്ട അല്ലെങ്കിൽ മായ ബാധിച്ച ഒരുവൻ എന്ന് പറഞ്ഞാൽ ഉപാധിബദ്ധനുമാകാം. രണ്ടും ഒരേപോലെ പോകും. ശരി, നമുക്ക് ഭാവാർത്ഥം ശിലപ്രഭുപാദിനെ വായിച്ചു നോക്കാം. ആദ്യത്തെ പാരഗ്രാഫ് ആരാണ് വായിക്കേണ്ടത്?
ഹരേ കൃഷ്ണ പ്രഭു. ഹരീഷ് വായിച്ചേക്കാം. 100% ആത്മീയനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വ്യക്താത്മാവുകളെ ബാധിക്കുന്ന മായാശക്തിയുടെ കാരണമാകാൻ കഴിയില്ലെന്ന് ചില സമയങ്ങളിൽ അഭിപ്രായങ്ങൾ ഉണരാറുണ്ട്. പക്ഷേ മായയും ഭൗതിക ശക്തിയും പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വ്യാസദേവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ജീവസത്തകളുടെ പരിശുദ്ധ ജ്ഞാനത്തെ മറയ്ക്കുന്ന ബാഹ്യശക്തിയോടൊപ്പമാണ് അദ്ദേഹത്തെ ദർശിച്ചത്. എന്തുകൊണ്ടാണ് ബാഹ്യശക്തി ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നാണെങ്കിൽ, വിശ്വനാഥ ചക്രവർത്തി ഠാക്കുറയെയും ശ്രീല ജീവ ഗോസ്വാമിയെയും പോലുള്ള പ്രമുഖരായ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള താഴെ പറയുന്ന വിശകലനങ്ങൾ പരിഗണിക്കാം. ഭൗതികമായ മായാശക്തിയും ആത്മീയ ശക്തിയും തമ്മിൽ അന്തരമുണ്ടെങ്കിലും ഭഗവാന്റെ നിരവധി ശക്തികളിൽ ഒന്നായ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതിയിലുള്ള ത്രിഗുണങ്ങളുടെയും മറ്റും പ്രവർത്തന രീതികൾ അത് തീർച്ചയായും ഭഗവാന്റെ യോഗ്യതകളിൽ ഒന്നാകുന്നു. ശക്തിയും ഭഗവാന്റെ ശാക്തിക വ്യക്തിത്വവും വ്യത്യസ്തങ്ങളല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ അളവറ്റ ശക്തികൾ കുടികൊള്ളുമ്പോഴും അദ്ദേഹം അവയാൽ ഭരിക്കപ്പെടുന്നില്ല. ജീവസത്തകളും ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണെങ്കിലും അവ ഭൗതിക ശക്തികളാൽ അതിജീവിക്കപ്പെടുന്നവയാണ്. ഭഗവത്ഗീത 9:5 സൂചിപ്പിച്ചിട്ടുള്ള ഭഗവാന്റെ യോഗം ഐശ്വര്യത്തെ തവള ദാർശനികർ തെറ്റായി ധരിച്ചിരിക്കുന്നു. ഒരു സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ആ നാരായണനെ ഭഗവാൻ തന്നെ ഒരു ദരിദ്രനായ മനുഷ്യൻ ചിത്രീകരിച്ച് പരമോന്നതനായ ഭഗവാനെയും ഭൗതിക ശക്തി ബാധിച്ചിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ശ്രീല ജീവ ഗോസ്വാമിയും ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കുറയും എന്തായാലും തങ്ങളുടെ വിശകലനങ്ങളിൽ മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അവർ പറയുന്നു, സൂര്യൻ പ്രകാശപൂർണനാണെങ്കിലും മേഘങ്ങളും ഇരുട്ടും ഹിമപാതവും ഒക്കെ സൂര്യന്റെ തന്നെ അവിഭാജ്യ ഘടകങ്ങളാണ്. സൂര്യൻ ഇല്ലാതെ ആകാശത്തെ മേഘങ്ങളോ ഭൂമിയിൽ അന്ധകാരമോ മഞ്ഞുവീഴ്ചയോ ഉണ്ടാവില്ല. ജീവിതം നിലനിർത്തുന്നത് സൂര്യനാണെങ്കിലും അതേ സൂര്യൻ തന്നെ ഇരുട്ടും മഞ്ഞുവീഴ്ചയും ഉണ്ടാക്കി ജീവിതത്തെ ദുരിതപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സൂര്യന്റെ ഉൽപ്പന്നങ്ങളായ ഇരുട്ടും മേഘങ്ങളും ഹിമപാതങ്ങളും സൂര്യനെ അതിജീവിക്കുന്നില്ല എന്നതും ഒരു സത്യമാകുന്നു. സൂര്യൻ ആ ശല്യങ്ങളിൽ നിന്നെല്ലാം വളരെ വളരെ ദൂരെയാകുന്നു. സൂര്യൻ മേഘങ്ങളാലോ തമസ്സിനാലോ മൂടപ്പെടുമെന്ന് തീരെ വിവരം കെട്ടവർ മാത്രമേ പറയുകയുള്ളൂ. അതേപോലെ ഭൗതിക ശക്തി തന്റെ തന്നെ ശക്തികളിൽ ഒന്നാണെങ്കിലും പരമമായ ബ്രഹ്മത്തെ അഥവാ പരബ്രഹ്മത്തെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അത് സ്വാധീനിക്കുകയേയില്ല. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. അടുത്ത പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് കുറച്ച് ലോങ് പാരഗ്രാഫ് ആണ്. നമുക്കതിൽ ചില പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. സോ ഇതില് മനോഹരമായ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ കേട്ടുള്ള കോമൺ ആയിട്ട് നമ്മൾ കേട്ടുള്ള ഒരു വാക്കാണ് ദരിദ്ര നാരായണൻ. അതായത് മനുഷ്യരെയാണ് നാരായണൻ, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദരിദ്രനാണ്, അല്ലെങ്കിൽ ഈ ഭൗതികമായ മാലിന്യത്തിൽ അകപ്പെട്ട ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് ദരിദ്ര നാരായണൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സോ അപ്പൊ അങ്ങനെ ആ ഒരു സിദ്ധാന്തം അവിടെ പറഞ്ഞു ശിലപ്രഭുപാദ തവള ദാർശനികർ ആണ് ഇങ്ങനെ തെറ്റായി ധാരിച്ചിരിക്കുന്നത്. തവള ദാർശനികർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രോഗ് ഇൻ ദ വെൽ, കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ അവരെത്രമാത്രം ചിന്തിക്കാൻ സാധിക്കും. കാരണം അവര് ആ ഒരു ഭൗതികതയിൽ കംപ്ലീറ്റ് അകപ്പെട്ടിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് അവര് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശിലപ്രഭുപാദ ഇവിടെ മറുപടി പറയുകയാണ്, സൂര്യൻ തന്നെയാണ് ഇരുട്ടിന്റെയും മഞ്ഞ് വീഴ്ചയുടെയും ഒക്കെ സൃഷ്ടാവ്. പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിനെ തന്നെ മറച്ചു വെക്കുന്നു ഒരു പരിധി വരെ അതിനെ സൂര്യനെ മറയ്ക്കാനുള്ള കഴിവ് ഈ ഇരുട്ടിനും, അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും സൂര്യന്റെ പ്രസൻസ് ഉണ്ട്. അല്ലെങ്കിൽ മഞ്ഞു വീഴ്ചയ്ക്കാണെങ്കിലും അതിനെ സൂര്യന്റെ പ്രകാശത്തെ കുറച്ചൊരു പരിധി വരെ തടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിനെ അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. സൂര്യദേവൻ സ്ട്രോങ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ
ഇതെല്ലാം മാറുന്നതേ ഉള്ളൂ. ഈവൻ മഞ്ഞുവീഴ്ചയാണെങ്കിലും കുറച്ച് സമയത്തേക്ക് പക്ഷെ അവർക്ക് അതിനെ തടുത്തു നിർത്താൻ സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ എന്താ പറയാ മായയും അല്ലെങ്കിൽ ഭൗതിക ശക്തിയും എന്ന് പറയുന്ന പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണെങ്കിലും ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ജീവസത്തയുടെ പരിശുദ്ധ ജ്ഞാനത്തെ മറയ്ക്കുന്ന ബാഹ്യശക്തിയോടൊപ്പമാണ് അദ്ദേഹത്തെ ദർശിച്ചത്. ഇവൻ വ്യാസദേവൻ പോലും ഭഗവാനെ ദർശിച്ചപ്പോൾ എന്താ പറയുന്നത്, പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വ്യാസദേവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ജീവസത്തുക്കളുടെ പരിശുദ്ധ ജ്ഞാനത്തെ മറയ്ക്കുന്ന ബാഹ്യശക്തിയോടൊപ്പമാണ് അദ്ദേഹത്തെ ദർശിച്ചത്. ജീവസത്തകളുടെ പരിശുദ്ധ ജ്ഞാനത്തെ മറയ്ക്കുന്ന ബാഹ്യശക്തികൾ, അതാണ് മായയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മായയുടെ ഇമ്പാക്റ്റോടുകൂടി തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അവിടെ നമ്മൾക്ക് എപ്പോഴും നമുക്ക് ആ ഒരു അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആ ലെവല് വെച്ച് മാത്രമേ ഭഗവാനെ നമ്മൾക്കും കൺസീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഭഗവാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മുകളിലാണ്. അപ്പൊ ആ ലിമിറ്റേഷൻ നമ്മൾ വെക്കാൻ പാടില്ല. ആ ലിമിറ്റേഷനിൽ കൂടിയാണ് അതാണ് നമ്മളുടെ പോരായ്മ, അതാണ് നമ്മളുടെ അജ്ഞത. മുമ്പത്തെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ചോദ്യങ്ങളിലുള്ള ചോദിക്കുന്ന കാര്യമാണ് അതിന്റെ നമ്മൾ എങ്ങനെ ഈ അജ്ഞതയിൽ പെട്ടത്. അതിനെക്കുറിച്ചുള്ള ആൻസർ നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് പരമോന്നതനായ ഭഗവാനെയും ഭൗതിക ശക്തി ബാധിച്ചിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ശ്രീ ജീവഗോസ്വാമിയും ശ്രീ വിശ്വനാഥ ചക്രവർത്തിയും എന്തായാലും തങ്ങളുടെ വിശദങ്ങളിൽ മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നു. അവര് ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഭഗവാനെ, സൂര്യനെ എങ്ങനെയാണ് ഈ എന്താ പറയാ മഞ്ഞുവീഴ്ച തടുത്തു നിർത്തുന്നത് കുറച്ച് സമയത്തേക്ക്, അതേപോലെ നമ്മൾക്കും തോന്നൽ ഉണ്ടാകുകയാണ് ഭഗവാനെയും മായ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മായയുടെ പ്രഭാവം ഭഗവാനിലും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഈ പറഞ്ഞ തോന്നൽ പോലുള്ള തോന്നലാണ്. കാരണം ഭഗവാൻ തന്നെയാണ് ഈ മായയെ സൃഷ്ടിച്ചത്. അപ്പൊ ഭഗവാൻ തന്നെ സൃഷ്ടിച്ച മായയ്ക്ക് എത്രമാത്രം ഭഗവാനെ ഇത് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ചോദ്യം ശ്രീല പ്രഭുപാദിനോട് ഒരു ഭക്തൻ ചോദിക്കുകയുണ്ടായി, ഭഗവാൻ ഉയർത്താൻ സാധിക്കാത്ത ഒരു പാറ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഭഗവാൻ ഉയർത്താൻ സാധിക്കാത്ത ഒരു പാറ ഭഗവാന് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നാണ് ശ്രീല പ്രഭുപാദിനോട് ചോദിച്ചത്. ശ്രീല പ്രഭുപാദ് പറഞ്ഞു, യെസ്, ഭഗവാന് അത്രയ്ക്കും വലിയൊരു പാറ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കും. അത് ഭഗവാൻ സൃഷ്ടിക്കുകയും ചെയ്യും, സൃഷ്ടിച്ചിട്ട് അത് ഉയർത്തുകയും ചെയ്യും. അതാണ് ഭഗവാൻ. ദിസ് ഈസ് വാട്ട് ഇസ് ബിയോണ്ട് അവർ കൺസെപ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ കൺസീവ് ചെയ്യാനുള്ള പവറിനും മുകളിലാണ് ആ ഒരു തത്വം എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നിത്യരൂപ മാതാജിയാണ്. ഹരേ കൃഷ്ണ. പ്രഭു ഞാൻ എടുത്തില്ല പ്രഭു. ഓക്കെ, വേറെ ആരും വായിക്കാമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരമമായ ഞാൻ വായിച്ചോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചത് അതിന്റെ പകുതി വരെ വായിച്ചത്. പകുതിയില്ല, കുറച്ചൊരു ഞാൻ പറയാം 75% വായിച്ചത്. ബാക്കി അത് കാരണം വലിയൊരു പാരഗ്രാഫാണ്. അതിന്റെ ബാക്കിയും അടുത്ത പാരഗ്രാഫോട് അടുത്ത ആള് വായിക്കട്ടെ. അപ്പൊ അടുത്ത ആള് കൃഷ്ണപ്രിയ മാതാജിയാണ് റെഡി ആയത്. ഓക്കെ, വായിച്ചേട്ടാ മാതാജി. ഹരേ കൃഷ്ണ. ആരാണെന്ന് പറഞ്ഞത്? ആരാ വായിക്കട്ടെ എന്ന് ചോദിച്ചത്? ഞാനാ പ്രഭു ചോദിച്ച സുഗോമളം. വായിച്ചാ മതി. ഹരേ കൃഷ്ണ. പരമമായ ബ്രഹ്മം മായാശക്തിയാൽ ഭരിക്കപ്പെടുന്നുവെന്ന് അവകാശവാദം ഉന്നയിക്കാൻ ഒരു കാരണവുമില്ല. ഇരുട്ടിനും മേഘങ്ങൾക്കും മഞ്ഞുപാതത്തിനും സൂര്യകിരണങ്ങളുടെ തീരെ ചെറിയൊരു ഭാഗത്തെ മാത്രമേ മറയ്ക്കാൻ കഴിയൂ. ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ ആ സൂര്യകിരണങ്ങൾ മറയ്ക്കപ്പെടുന്ന അത്രയുമേ ജീവസത്തയെ ബാധിക്കുന്നുള്ളൂ. എന്നാൽ ഭൗതിക ശക്തിയുടെ ആ നേരിയ ബാധയുടെ സ്വാധീന പ്രവർത്തനത്താൽ
പ്രവർത്തനങ്ങൾ അവന്റെ പരിശുദ്ധമായ അവബോധത്തെയും ശാശ്വതമായ പരമാനന്ദത്തെയും ഗ്രഹിച്ചു കളയുന്നത് അവന്റെ ദൗർഭാഗ്യം തന്നെ. പരിശുദ്ധ അവബോധവും ശാശ്വത പരമാനന്ദവും ഇவ்விധം മറയ്ക്കപ്പെടുന്നത് അതിസൂക്ഷ്മ ജീവസത്തകൾ അവയ്ക്ക് നൽകിയിട്ടുള്ള നൈമിഷിക സ്വാതന്ത്ര്യം അവിദ്യ കർമ്മ സംജായാൽ ദുരുപയോഗം ചെയ്യുന്നതും മൂലമാണ്. വിഷ്ണു പുരാണവും ഭഗവത്ഗീതയും അതുപോലെയുള്ള വൈദിക ഗ്രന്ഥങ്ങളും പ്രകാരം ജീവസത്തകൾ ഉൽപ്പന്നരാകുന്നത് ഭഗവാന്റെ തടസ്ഥ ശക്തിയിൽ നിന്നാണ്. ആകയാൽ അവർ എല്ലായ്പ്പോഴും ഭഗവാന്റെ ശക്തിയായിരിക്കും, സ്വയം ശക്തരായിരിക്കില്ല. ജീവസത്തകൾ സൂര്യരശ്മികൾ കണക്കാണ്. മുകളിൽ അപ്രകാരം വിവരിച്ചെങ്കിലും സൂര്യനും സൂര്യരശ്മികളും തമ്മിൽ ഗുണപരമായി വ്യത്യാസമൊന്നുമില്ല. സൂര്യന്റെ രശ്മികൾ ചില സമയങ്ങളിൽ സൂര്യനാൽ തന്നെ ഉളവാക്കപ്പെടുന്ന മേഘങ്ങൾ, ഹിമപാതം തുടങ്ങിയ ശക്തികളാൽ കീഴടക്കപ്പെടുന്നു. അതേപോലെ ജീവസത്തകൾ യോഗ്യതാപരമായി ഭഗവാന്റെ പരമോന്നത ശക്തിയുമായി ഒന്നാണെങ്കിലും അവയ്ക്ക് ചിലപ്പോഴൊക്കെ താഴ്ന്ന ശക്തിയായ ഭൗതിക ശക്തിയാൽ കീഴടക്കപ്പെടാനുള്ള പ്രവണത ഉണ്ടാകുന്നു. ജീവസത്തകൾ അഗ്നി സ്ഫുല്ലിംഗങ്ങൾ പോലെയാണെന്ന് വേദമന്ത്രങ്ങളിൽ പറയുന്നു. അഗ്നിയുടെ സ്ഫുല്ലിംഗവും അഗ്നി തന്നെ. എങ്കിലും തീയുടെ കത്താനുള്ള യഥാർത്ഥ ശക്തിയും സ്ഫുല്ലിംഗത്തിന്റെ ശക്തിയും വ്യത്യസ്തങ്ങളാണ്. യഥാർത്ഥ അഗ്നിയുടെ സ്പർശമില്ലാതെ അതിൽ നിന്ന് പറന്നു മാറുന്ന സ്ഫുല്ലിംഗങ്ങൾ കത്താൻ പറ്റാത്ത ഒരന്തരീക്ഷത്തിന്റെ സ്വാധീനത്തിലായി അഗ്നിയല്ലാത്ത അഗ്നിയുടെ തന്നെ മറ്റൊരു ശക്തിയായി രൂപാന്തരപ്പെടുന്നു. യഥാർത്ഥ അഗ്നിയുടെ അവിഭാജ്യ ഘടകമായി അന്ത്യമില്ലാതെ അതിൽ തുടരാൻ കഴിയുന്ന സ്ഫുല്ലിംഗങ്ങൾ അതിൽ നിന്നു വേർപെടുത്തപ്പെട്ടു പോകുന്നതിനാൽ ആ നിമിഷം മുതൽ അവയുടെ ദുഃഖങ്ങളും ദൗർഭാഗ്യങ്ങളും ആരംഭിക്കുന്നു. പരമോന്നതനായ ബാക്കി അടുത്ത ഭാഗം വരെ കൃഷ്ണപ്രിയവാദി വായിച്ചൊക്കെ. ഹരേ കൃഷ്ണ. പരമോന്നതനായ ഭഗവാൻ കീഴടക്കപ്പെടാൻ കഴിയാത്ത യഥാർത്ഥ അഗ്നിയും ജീവസത്തകൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്ഫുല്ലിംഗങ്ങളും ആകുന്നു. സ്ഫുല്ലിംഗങ്ങൾ ഇതര ശക്തിയുടെ സ്വാധീനത്തിൽ അകപ്പെടുന്നത് പോലെ ജീവസത്തകൾ ഭൗതികതയുടെ മിഥ്യാശക്തിയായ മായയാൽ കീഴടക്കപ്പെടുന്നു. ഭഗവാൻ തന്റെ സ്വന്തമായ ഭൗതിക ശക്തിക്ക് വിധേയനാണെന്ന വാദം അങ്ങേയറ്റം പരിഹാസമാണ്. ഭഗവാൻ ഭൗതിക ശക്തിയുടെ യജമാനനും ജീവസത്തകൾ ഭൗതിക ശക്തിയുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന ബദ്ധരുമാണ്. ഭഗവത്ഗീതയുടെ കാഴ്ചപ്പാടാണിത്. ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളാൽ കീഴടക്കപ്പെട്ടവനാണെന്ന് വാദം മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രക്കാർ തങ്ങൾ സ്വതന്ത്രാത്മാക്കളാണെന്ന് സ്വയം ചിന്തിക്കാറുണ്ടെങ്കിലും അവർ തന്നെ അതേ ഭൗതിക ശക്തിയുടെ മായയ്ക്ക് വിധേയരാണ്. അവർ തങ്ങളുടെ വാദത്തെ പിന്തുണയ്ക്കാൻ മായാശക്തിയുടെ തന്നെ സംഭാവനയായ തരം താഴ്ന്ന വാക്കുകളാൽ ജാലവിദ്യ നടത്തുന്നു. പാവം ശാസ്ത്രജ്ഞർക്ക് തങ്ങളുടെ ജ്ഞാനേന്ദ്രിയത്തിന്റെ തകരാർ മൂലം യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ശ്രീമദ് ഭാഗവതം 6-ാം കാണ്ഡം 9-ാം അധ്യായം 34-ാം ശ്ലോകം ഇങ്ങനെ പറയുന്നു: ദുരാബോധ ഇവതവയം വികാരയോഗോ യത് അസരണോ ശരീരഹിതം അനവേശിതാത്മ സമവായ ആത്മനൈവ വിക്രയേ മാണേന സഗുണം അഗുണം സൃജിസി പാസി ഹരസി. അങ്ങനെ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വളരെ വിഷമമാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ ആത്മാർത്ഥമായി വ്യാപൃതരായിട്ടുള്ള ഭക്തന്മാരാൽ ഒരു പരിധിവരെ ഇപ്പോഴും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് ദേവന്മാർ പരമോന്നതനായ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ ഭൗതിക സ്വാധീനത്തിൽ നിന്നും സൃഷ്ടിയിൽ നിന്നും വേറിട്ടവനാണെങ്കിലും അദ്ദേഹം തന്റെ കൃത്യനിർവഹണ പ്രതിനിധികളായ തങ്ങൾ വഴി മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നുണ്ടെന്ന് ദേവന്മാർ അംഗീകരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി, രണ്ടുപേർക്കും നന്ദി വായിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഇത് ആക്ച്വലി ശ്രീ പ്രഭുപാദ് ആദ്യം പറഞ്ഞ, അല്ലെങ്കിൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും ജീവഗോസ്വാമിയും പറഞ്ഞ ആ ഒരു അനോളജിയെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ 2ാമത്തെ പാരഗ്രാഫിലും 3ാമത്തെ പാരഗ്രാഫിലും ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി അല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്ന ആ സ്ഫുലിംഗം, ആ ചെറിയ തീപ്പൊരി എന്ന് പറയും. ആ തീപ്പൊരി എന്ന് പറയുന്നത് തീയുടെ ഗുണങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അഗ്നിയുടെ യഥാർത്ഥ സോഴ്സ് അല്ലെങ്കിൽ യഥാർത്ഥ അഗ്നിയുടെ ശക്തിയുമായി കമ്പയർ ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും അത് വ്യത്യസ്തമാണ്. പക്ഷെങ്കിലും അതിനും ഒരു ശക്തിയുണ്ട് എന്നൊരു തത്വം നമുക്കിവിടെ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ കൂടി നമുക്കതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അപ്പൊ ഇവിടെ ഇടേ ഭാഗത്ത് വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥ അഗ്നിയുടെ അവിഭാജ്യ ഘടകമായി അന്ത്യമില്ലാതെ അതിൽ തുടരാൻ കഴിയുന്ന സ്ഫുലിംഗങ്ങൾ അതിൽ നിന്ന് വേർപെട്ടു പോകുന്നതിനാൽ ആ നിമിഷം മുതൽ അവയുടെ ദുഃഖങ്ങളും ദൗർഭാഗ്യം ആരംഭിക്കും. ദിസ് ഈസ് ദ റീസൺ ഫോർ അവർ സഫറിങ്. അത് വളരെ സ്പഷ്ടമായിട്ട് ചില പ്രഭുപാദ് പറയണം. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് 356 പേജ്, സെക്കൻഡ് പാരഗ്രാഫിന്റെ ഏതാണ്ട് ഒരു 70%, 60 to 70% ഭാഗം വരുമ്പോഴത്തേക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള ഭാഗം വായിക്കണം. യഥാർത്ഥ അഗ്നിയുടെ സ്പർശമില്ലാതെ അതിൽ നിന്ന് പറന്നു മാറുന്ന സ്ഫുലിംഗങ്ങൾ കത്താൻ പറ്റാത്ത അന്തരീക്ഷത്തിന്റെ സ്വാധീനത്തിലായി അഗ്നിയുടെ തന്നെ മറ്റൊരു ശക്തിയായി രൂപപ്പെടുന്നു. സോ അഗ്നി അല്ലാത്ത മറ്റൊരു ശക്തിയായി രൂപപ്പെടുകയാണ് അഗ്നിയിൽ നിന്ന് വേർപെട്ട് പോയി കഴിയിട്ട്. സെയിം ഹാപ്പൻ ടു അസ്. നമുക്ക് എല്ലാവർക്കും അതേ കാര്യം തന്നെയാണ് സാധിച്ചത്. എന്ത്? വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലോർഡ്. യഥാർത്ഥ അഗ്നിയുടെ അവിഭാജ്യ ഘടകമായി അന്ത്യമില്ലാതെ അതിൽ തുടരാൻ കഴിയുന്ന സ്ഫുലിംഗങ്ങൾ അതിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു പോകുന്നതിനാൽ ആ നിമിഷം മുതൽ അവയുടെ ദുഃഖങ്ങളും ദൗർഭാഗ്യവും ആരംഭിക്കുന്നു. സോ നമ്മളുടെ റീസൺ ഫോർ അവർ സഫറിങ്, നമ്മൾ ദുഃഖത്തിനും ഈ വിഷമങ്ങൾക്കും ക്ലേശങ്ങൾക്കും എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലോർഡ്. ഭഗവാനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വന്ന് ചെയ്യുകയാണ് ചെയ്തത്. സോ നൗ വാട്ട് വി ഷുഡ് ഡു, നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെ അത് തിരിച്ച ആ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും? നമുക്ക് തിരിച്ചെങ്ങനെ ആ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും? എനിവേ തിരിച്ച് നമ്മൾ പോയി മേർജ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് വി ആർ ഓൾസോ ഇൻഡിവിജ്വൽസ്, വി ആർ സെപ്പറേറ്റഡ് ഇൻഡിവിജ്വൽ ഫ്രം ദ ലോർഡ്. പക്ഷേ ബൈ എൻഗേജിങ് അവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ്, ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവത് സേവനം ചെയ്തും, ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഭഗവാന്റെ സേവനവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഭഗവാന്റെ കഥകളും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ വി ഓൾസോ ഇംബൈബ് ദ സെയിം ക്വാളിറ്റി ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ ക്വാളിറ്റി നമുക്ക് നേടാൻ സാധിക്കും. സോ അങ്ങനെ വി ആർ ബീങ് വൺ വിത്ത് ദ ലോർഡ്. അതേ രീതിയിൽ നമ്മൾ ഭഗവാന് തുല്യനാകുന്നു, ഭഗവാനെ പോലെ തന്നെ ആകുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആചാര്യന്മാർ പറയുന്നത്. നോട്ട് ലൈക്ക് മേർജിങ് ഇൻ ടു ദ ബ്രഹ്മൺ, ബ്രഹ്മണത്തിലേക്ക് ചെന്ന് മേർജ് ചെയ്ത് പോവുകയല്ല. പക്ഷെ നമ്മൾ ഭഗവാന്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാന്റെ ആ ഗുണങ്ങൾ നമ്മളിലേക്ക് വരികയും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഭഗവാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് വന്ന സ്ഥിതിക്ക് വി വിൽ ഓൾവേസ് ബി സെപ്പറേറ്റ് ഫ്രം ദ ലോർഡ്. നമ്മൾ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും, പക്ഷേ വ്യത്യസ്തൻ ഇൻ ദ സെൻസ് നമ്മൾ സെപ്പറേറ്റഡ് ആയിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് ഭഗവാന്റെ ആ ഗുണങ്ങൾ എല്ലാം നമുക്ക് തിരിച്ച് വീണ്ടും നേടിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ്? അതായത് ഇതിൽ പറഞ്ഞ ഇതേ ഇതിന്റെ മറ്റൊരു തരത്തിലെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ദ സെയിം വേ ഹൗ ദ ഫയർ സ്പാർക്ക് സെപ്പറേറ്റഡ് ഫ്രം ദ ഫയർ, ആ സ്ഫുലിംഗം, അഗ്നിയുടെ സ്ഫുലിംഗം അഗ്നിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയപ്പോൾ അഗ്നിയുടെ ഗുണമില്ലാതായി എന്ന് പറഞ്ഞതുപോലെ തന്നെ അഗ്നിയിൽ ചെന്ന് വീഴുന്ന ഇരുമ്പ് അഗ്നിയായി മാറുന്നു. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഫയർ, ഇറ്റ് ക്യാൻ നെവർ ബി ഫയർ. പക്ഷെ ഫയറിന്റെ സെയിം ക്വാളിറ്റി ആ ഇരുമ്പ് ചങ്ങല അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കഷണം നേടിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കും ഭഗവാന്റെ അതേ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. വളരെ മനോഹരമായ ഒരു ശ്ലോകമായി നമുക്ക് ഇത് കാണാൻ സാധിച്ചത്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ. വളരെ മനോഹരമാണ്, എന്നാൽ ഇത്തിരി കൺസെപ്ച്വൽ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും നമുക്കിത് മനസ്സിലാക്കാൻ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 5 നമ്മൾ ശക്തി എന്ന നിലയിൽ പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണ്, എന്നാൽ ശക്തനല്ല, ശക്തന് ബഹുവിധ ശക്തികൾ പ്രദർശിപ്പിക്കാൻ പതുക്കെ പറഞ്ഞ് സ്ലോലി പറഞ്ഞാട്ടും അത് ഫാസ്റ്റ് പോയപ്പോ കേട്ടില്ല. പറഞ്ഞോണ്ടൊന്നുകൂടെ. കൃഷ്ണ. ശ്ലോകം 6 എന്താണ്? ശക്തി എന്ന നിലയിൽ അവൻ പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണ്, എന്നാൽ ശക്തനല്ല,
ശക്തന് ബഹുവിധ ശക്തികൾ പ്രദർശിപ്പിക്കാൻ കഴിയും. എന്നാൽ ശക്തികൾക്ക് യാതൊരു സാഹചര്യത്തിൽ ശക്തനാകാൻ കഴിയില്ല. അത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു പ്രഭുജി. ഒന്ന് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചോദിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം അത് പഠിച്ചപ്പോഴേ ആ യഥാർത്ഥ അഗ്നിയുടെ സ്പർശമില്ലാത്ത അപ്പൊ എല്ലാം ഒരേപോലെ കണക്ഷൻ ആയിരിക്കുമല്ലോ അല്ലേ? കറക്റ്റ് വളരെ കറക്റ്റ് ആണ്. അപ്പൊ അതാ ശരിയാണ് വേറെ കറക്റ്റ്. അത് ശരിയാ, കറക്റ്റ് മാതി പറഞ്ഞത്. ഞാനത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ അതങ്ങ് വിട്ടുപോയി. അതായത് എവിടെയാണ് ആറാമത്തെ ലാസ്റ്റ് പരമാവധി ലാസ്റ്റ് ആറാമത്തതില് ആറാമത്തതിലല്ല, അഞ്ചാമത്തതില് ലാസ്റ്റ്. അഞ്ചാമത്തെ. അതെ കറക്റ്റ്. പക്ഷെ എനിവേ അതിപ്പം ഈ ഒരു പർപ്പോട്ട് വായിച്ചപ്പോൾ നമുക്കത് ക്ലിയർ ആയി മതി അല്ലെ? ക്ലിയർ അല്ലേ? അതായത് തീർച്ചയായിട്ടും അത് തന്നെ ആഗ്നിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാവുന്നു. ശരിയാണ്, കറക്റ്റ്. താങ്ക് യു മാധവി, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? എനി കമന്റ്സ്? ഹരേ കൃഷ്ണ. പ്രഭു ആദ്യത്തെ ആ ശ്ലോകം വായിച്ച് ഞങ്ങൾക്ക് ആ 3-4 ശ്ലോകം ഇട്ട് തന്നായിരുന്നു. ഈ ലാസ്റ്റ് ചൊല്ലുന്ന ആ ശ്ലോകം ഞങ്ങൾക്ക് ഇട്ട് തന്നില്ല. പരമാനന്ദ പാഥായ ആ ശ്ലോകത്തിന്റെ ഓക്കെ അതിടാം. ലാസ്റ്റ് സർവശാസ്ത്രാദി പീയൂഷ എന്നുള്ളത് അല്ലേ? തീർച്ചയായും ലാസ്റ്റ് ശ്ലോകം. വന്ദന മാതാജി ഉണ്ടോ? മാതാജി ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. ലാസ്റ്റ് ശ്ലോകം കൂടെ അത് ഇട്ടോളൂ മാതാജി അതിലേക്ക്. ശരി പ്രഭു. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻ, എനി പോയിന്റ്? ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. രാവിലെ ഭാഗവതം ക്ലാസ്സിലെ വന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव की जय, निताय गौर प्रेमानंदे, हरि हरि बोल. थैंक यू सो मच.